നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഭാവഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ രണ്ട് യുവഗായകരായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം JB ജംഗ്ഷനിൽ, സുദീപും രാജലക്ഷ്മിയും. എന്തായിരിക്കാം സുദീപിൻ്റെയും രാജലക്ഷ്മിയുടെയും വരാനുള്ള സംഗീത വഴിത്താര? അതിലേക്ക് JB ജംഗ്ഷൻ ഈ എപ്പിസോഡിൽ. സംഗീത വിദ്യാർത്ഥി, സംഗീതം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തൊഴിലാകുമെന്ന് വിചാരിക്കാത്ത ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. ആകസ്മികമായിട്ട് വന്നു വരുന്നു, സംഗീതം പഠിച്ചു, അധ്വാനിച്ചു, അതിലൊരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സിനിമാ പിന്നണി ലോകമെന്ന് പറയുന്നത് വലിയ കിടമത്സരങ്ങളുടെയും തീക്ഷ്ണമായ മത്സരങ്ങളുടെയും വേദിയാണ്. സുദീപിനറിയാലോ, ഒരിക്കലും നമ്മൾ അങ്ങ് കയ്യെത്താൻ പറ്റാത്ത ദൂരത്തിലാണ് സിനിമാ ലോകമെന്ന് വിചാരിച്ചിരുന്നതാണ് ഒരു പക്ഷേ ഗ്രാമങ്ങളിലൊക്കെയുള്ള ആൾക്കാർ. സുദീപിൻ്റെ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? സുദീപ് വിനയൻ സാറുമായിട്ട് എനിക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആരെയും പരിചയമില്ലെന്ന്. പക്ഷേ ഇത് അച്ഛനും വിനയൻ സാറും തമ്മിൽ സിനിമാപരമായ പരിചയമില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒന്നിച്ച് ജോലി ചെയ്തു. പിന്നെ യാദൃശ്യമായിട്ട് ആകാശഗംഗ എന്ന് പറഞ്ഞ വിനയൻ സാറിൻ്റെ സിനിമയുടെ CD-യിൽ ഒരു സിനിമയിലില്ലാത്ത ഒരു ഫില്ലർ സോങ് പാടാനൊരു ചാൻസ് എനിക്ക് കിട്ടി. ജോണി സാഗരിയാണ് ഓഡിയോ ഇറക്കിയത്. അപ്പോൾ അതിറങ്ങിയ സമയത്ത് ഞാൻ വിനയൻ സാറിനെ വിനയൻ സാറിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ നിന്നപ്പോൾ ഫോണിൽ പരിചയപ്പെടുത്തി. ഇങ്ങനെ സാറിൻ്റെ പടത്തിൽ ആകാശഗംഗയിൽ ഒരു ഓഡിയോ പാടിയ പയ്യൻ എൻ്റെ അടുത്തുണ്ടെന്ന്. അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോഴത്തേക്ക് എവിടെയാണ് വീട് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ ഒരുപക്ഷെ സാറിന് അറിയാമായിരിക്കും, സാറിൻ്റെ കൂടെ പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, ഇത്രയും കാലമായിട്ട് നീ ഇത്ര പാട്ടൊക്കെ സിനിമയുടെ ഓഡിയോയിലും ഭക്തിഗാനങ്ങളൊക്കെ പാടിയെന്ന് പറയുന്നത്, ഇത്ര കാലമായിട്ട് എന്തോ ഒരു ചാൻസിന് വേണ്ടി ചോദിക്കാത്തത് എന്താണ് വരാത്തത്? അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്കങ്ങനെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം പറഞ്ഞ് അതിനെന്താ, നമുക്ക് അടുത്ത സിനിമയാകട്ടെ പാടുമെന്ന് അദ്ദേഹം തീർത്തു ഇങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത സിനിമയായപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചിട്ടാണ് മോഹൻ ചേട്ടനെ പരിചയപ്പെടുത്തിയത്. മോഹൻ സിത്താരയാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക്, യൂസഫ് അലി സാർ എഴുതിയ പാട്ട്. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ സിനിമയിൽ ഒരു പാട്ട് പാടിയല്ല, 2 പാട്ട് പാടിയാണ് നീ എൻ്റർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഈ ഒരു സോളോയും വേറെ MG ശ്രീകുമാറായിട്ട് സുജാത ചേച്ചിയും കൂടെ പാടിയ ഒരു മുല്ലയ്ക്ക് കല്യാണ പ്രായം എന്നൊരു പാട്ടുണ്ട്, ആ പാട്ടുകൂടെ പാടിയിട്ടുണ്ട്. അങ്ങനെ 2 പാട്ടുകൾ പാടിയാണ് അദ്ദേഹം 2001 ശരിക്കും ന്യൂ മില്ലേനിയം തന്നെ പറയാം. എനിക്കൊരു ഇൻട്രൊഡക്ഷൻ 2001 ബ്രേക്ക്. പിന്നീട് എനിക്ക് തോന്നുന്നു വിനയൻ്റെ ഒരു 3-4 പടങ്ങളിൽ തുടർച്ചയായിട്ട് പാടി. എന്തായാലും ആ ഒരു കാലഘട്ടം ബ്രേക്ക് കിട്ടിയ പാട്ടോ അല്ലെങ്കിൽ വിനയൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ടോ ഒരു പാട്ട് നമ്മൾ ആ ഒരു ലോട്ടിൽ നിന്ന് പാടേണ്ടതുണ്ട്. ചന്ദനമുഖിലേ ചന്ദനമുഖിലേ രാധയെ നീ കണ്ടു, ആ കുഴൽ വിളി നീ കേട്ടു, നീയൊരു പാവം ഗോപികയല്ലേ, മോഹിച്ചു പോയില്ലേ, നീ മോഹിച്ചു പോയില്ലേ. MJ ചേട്ടന് വേണ്ടി ഞാൻ ആദ്യം പാടിയ പാട്ടിതാണ്. സിനിമയിൽ ഇത് ചിത്രചേച്ചി പാടിയതാണ്. വിനയൻ സാറിൻ്റെ സിനിമ വെള്ളിനക്ഷത്രത്തിൻ്റെ ഓഡിയോയിൽ പാട്ട് പാടാനായിട്ട് വിളിക്കുമ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞതിനടുത്ത് ഇത് സിനിമയിൽ ഫീമെയിലാണ്, പക്ഷേ ഈ പാട്ട് എന്തായാലും നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ സിനിമയിലാണ്, വിനയൻ സാറിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യം MJ സാറിൻ്റെ മ്യൂസിക്കിൽ, MJ ചേട്ടൻ്റെ മ്യൂസിക്കിൽ പാടുന്നത് അത്ഭുത ദ്വീപ്. അതൊരു ഓപ്പറ ടൈപ്പ് പാട്ടാണ്. ഹോ രാജ രാജ വാമന നാട്ടിൻ ഗജരാജ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് അലക്സും ഞാനും നിഷാദും സുജാത ചേച്ചിയും കൂടെ ഗ്രൂപ്പ് പോലത്തെ പാട്ടാണ്. അതാണ് ആദ്യമായിട്ട് വിനയൻ സാറിൻ്റെ സിനിമയിൽ ജയൻ ചേട്ടനെ പാടുന്നത്. പിന്നീടാണ് അദ്ദേഹമായിട്ട് ഒരു നല്ലൊരു M ജയേന്ദ്രനുമായിട്ടുള്ള ബന്ധം, അതിലേക്ക് നമ്മൾ വരണം. അതിനു മുമ്പ് രാജലക്ഷ്മിയുടെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ജാസ്തിയാണ് അല്ലേ? സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലൊരു ബ്രേക്ക് ഉണ്ടാക്കി തന്നത് ജാസി ഗിഫ്റ്റിൽ. ഇപ്പോഴാ കണ്ടെത്തിയത്. ജാസി ചേട്ടനാണ് ഏതിന്റെ ആള്? രണ്ടാമത് പറഞ്ഞതും. എന്താ രണ്ടാമത് ഞാൻ പറഞ്ഞത്? ആദ്യത്തേത് അശ്വാരൂഢൻ എന്ന സിനിമ. ഞാനിങ്ങനെ സിനിമയിലേക്ക് പാടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല സ്ഥലത്തും പോയി ട്രാക്ക് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 സിനിമയിൽ പാടുകയും ചെയ്തു. അങ്ങനെ അന്നും പക്ഷെ അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ടില്ല, ഇതായില്ല. അങ്ങനെയാണ് ജാസി ചേട്ടൻ ഇങ്ങനെ അശ്വാരൂഢനിലെ ഒരു ട്രാക്ക് പോലെ പാടിയതാണ് ആ പാട്ട്. ശരിക്കും എൻ്റെ ശബ്ദം ഒരു തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമയിൽ കണ്ടത് ശരിക്കും ഈ സിനിമയാണ്. അത് ശരിക്കും ജാസി ചേട്ടനോട് കടപ്പാട്, വലിയ കടപ്പാടാണ്. എന്നാ എടുക്ക് ബൈക്ക് എടുത്തിട്ട് ആ കടപ്പാട് തീർക്കാൻ പാട്ട് പാടിയിട്ട്
മേഘം മങ്ങിയോ താഴെയായി മോഹം വിങ്ങിയോ വീണകലും ഈ വഴിയിൽ ഇരുളലയുടെ പരിഹാസം അങ്ങകലയായി സൂര്യനെരിഞ്ഞ നിമിഷം നീലയായി മേഘം മങ്ങിയോ താഴെയായി മോഹം വിങ്ങിയോ. രണ്ടാമത്തെ ബ്രേക്ക് എന്തായിരുന്നു പറഞ്ഞു? രണ്ടാമത്തെ ബ്രേക്ക് എൻ്റെ ഹസ്ബൻഡ്. അത് ബ്രേക്കാണ്. അതും ബ്രേക്കാണ്. വീടിന്റെ അടുത്ത് വന്നിരുന്നു രാജേഷ് ചേട്ടൻ. ഓ, എന്റെ വീടിന്റെ അടുത്ത് വന്ന് ആ പരിപാടിക്ക് അല്ല, അതല്ല. ആ രാജേഷ് ചേട്ടനും പ്രിയ ചേച്ചിയും അവിടെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവാറുള്ളത്. അവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. അവിടെയാണോ ഇത് വിട്ടത്? അല്ല, രാജേഷ് ചേട്ടന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ജാസി ചേട്ടനും ഏട്ടനും. അപ്പൊ അങ്ങനെ ജാസി ചേട്ടൻ രണ്ടൊന്ന് പ്രോഗ്രാമിന് രാജേഷ് ചേട്ടൻ എന്നെ പാടാൻ വിളിച്ചു. പാടാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ പൈസ തരണതൊക്കെ ഏട്ടനാണല്ലോ. അത്രയ്ക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ലവ് അഫെയറിലേക്ക് ഒന്നും പോയിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ശരിക്കും വരുമ്പോൾ അത് പറയേണ്ടതുണ്ട്. ഞാൻ കൈരളി ചാനലിന്റെ സിംഫണി എന്ന പ്രോഗ്രാമിന്റെ ഷൂട്ടിന് തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ്. അപ്പം അന്ന് ഞാൻ സീമന്തരേഖയിൽ എന്ന് പറഞ്ഞ പാട്ട് പാടി. അപ്പൊ സീമന്തരേഖ എന്നുള്ള പാട്ട് പാടുമ്പോഴാണ് ഈ അല്ല, സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയതാണ്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനെ കുറിച്ചാണ് പാടിയത്. അതെ. അപ്പോ കൃഷ്ണകുമാർ സാറിന് ചോദിച്ചു, സീമന്തരേഖയിൽ ചന്ദനം ചാർത്താൻ ആരെങ്കിലും വന്നോ രാലക്ഷ്മി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതുവരെ ആരും വന്നിട്ടില്ല, ഇനി വരുമെന്ന് അറിഞ്ഞൂടാ. ആ യാത്ര ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രപ്പോസൽ സംസാരിച്ച് കഴിഞ്ഞു. നീ ആരെങ്കിലും കല്യാണം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് പാടിന് വരും. ഒരു സിനിമയ്ക്കൊക്കെ തിരക്കഥയാകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ നാടകീയമായിട്ടുള്ള സംഭവം. പക്ഷെ ഇത് സംഭവിച്ചാണ് നാടകീയ, ഡ്രാമാറ്റിക് ആയി, എന്നാലും ഇത് ഉണ്ടായതാണ്. സുദീപ്, എം ജയേന്ദ്രൻ, എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ കനിഞ്ഞു നൽകിയിട്ടുള്ള അവസരങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും സൗഭാഗ്യമുള്ള ഒരാൾ വേണമെങ്കിൽ സുദീപായിരുന്നു. സംശയമില്ല. ജയചേട്ടൻ ചെയ്ത 125ഓളം സിനിമകൾ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും അധികം പാടിയ മെയിൽ സിംഗേഴ്സ് നോക്കുമ്പോൾ അതിലൊരാളാകാൻ എനിക്ക് അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. 25ഓളം സിനിമകളിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സിനിമകളിൽ അവസരവും അവാർഡും ഒക്കെ കിട്ടിയപ്പോഴാണ് ജയചേട്ടൻ തന്നെ പറഞ്ഞത്, ഇനി സ്വതന്ത്രനായിട്ട് നിൽക്കുക, എല്ലാവരുടെയും പാട്ടുകൾ പാടണം, ശ്രദ്ധിക്കപ്പെടുന്നു. അങ്ങനെ ഞാൻ പിന്നീടാണ് കൂടെ ഇല്ലാതായത്. പിന്നെ അതുവരേക്കും എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലെ പാട്ടുകളുടെ ഓരോ അംശവും ഞാൻ എൻ്റെ തുടക്കം മുതൽ ആസ്വദിച്ചാണ് ആ പാട്ടുകൾ പാടിയിട്ടുള്ളത്. അതിൻ്റെ ട്യൂൺ ഉണ്ടായി വരിക, ലിറിക്സ് ഉണ്ടായി വരിക, പിന്നെ അത് റെക്കോർഡ് ചെയ്യുക, ഓർക്കസ്ട്രേഷൻ, ഇതെല്ലാം കണ്ട് പാട്ട് മനസ്സിൽ ഉൾക്കൊണ്ടാണ് പാട്ട് രൂപം കൊള്ളുന്നതിൻ്റെ എല്ലാ തലങ്ങളും താങ്കൾക്ക് ജയേന്ദ്രൻ്റെ കൂടെ ഒന്ന് അനുഭവിക്കാൻ പറ്റി. ജയേന്ദ്രൻ്റെ എല്ലാ ഭാവ തലങ്ങളും ആ ഗാനത്തിൽ പതിഞ്ഞിട്ടുണ്ട്. സുദീപിൻ്റെ ശബ്ദവിന്യാസം കൂടി വന്നപ്പോൾ അതിന് പൂർണ്ണത ലഭിച്ചു. ഭാഗ്യമുള്ളൊരു പാട്ടാണല്ലേ രാജി? എൻ്റെ കരിയറിലെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് ആ പാട്ടിൽ നിന്നാണ്. അതിനു മുമ്പ് വിനയൻ സാറിൻ്റെ സിനിമകൾക്ക് ശേഷമൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നല്ല പാട്ടുകൾ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെയും ജയചേട്ടൻ്റെ സിനിമകളിൽ ചില സിനിമകളിലൊക്കെ ചെറിയ പ്രധാനമായ പാട്ടുകളാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. ഇത് മെയിൻ സ്ട്രീം ഒരു സിനിമയിൽ, അതും ലാലേട്ടൻ്റെ സിനിമ, ഉണ്ണിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പോൾ ആ സിനിമയിൽ മറ്റു പാട്ടുകൾ പാടിയതെല്ലാം വലിയ ആളുകളാണ്. ശങ്കർ മഹാദേവൻ സാറും ദാസാറും ഒക്കെയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു പ്രധാനപ്പെട്ട പാട്ട് പാടാനുള്ള അവസരം. പ്രധാനപ്പെട്ട പാട്ട് മാത്രം, അത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ നിന്നിറങ്ങുന്നൊരു പാട്ടും കൂടിയാണ്. ഒരു നൊസ്റ്റാൾജിക് മെലഡി എന്ന് പറയാം. അങ്ങനത്തെ ആ സിനിമയിൽ അങ്ങനെ ഓർമ്മ, അവരുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മിക്കുന്ന സിറ്റുവേഷനാണ്. ഈ പാട്ടിനെ ജയചേട്ടൻ വിളിക്കുന്ന സമയത്ത് ഞാൻ കോയമ്പത്തൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി നിൽക്കുക. നാളെ രാവിലെ മദ്രാസിൽ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ നാളെ എനിക്ക് പ്രോഗ്രാമാണ് ഇവിടെ. പറഞ്ഞു, നല്ലൊരു സിനിമയിൽ നല്ലൊരു പാട്ടിന് വിളിക്കുമ്പം ഗാനമേളയായിട്ട് എവിടെയെങ്കിലുമൊക്കെ നടന്നു. ഈ അവസരം പോയെന്ന് വിചാരിച്ചു, ഇനി രക്ഷയില്ലാതെ പറഞ്ഞു. കാര്യം ഇത് അത്യാവശ്യമാണ്, ഷൂട്ട് ചെയ്യേണ്ട പാട്ടാണ്. എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അവസരം പോയില്ലോ എന്നോർത്ത് സത്യമായിട്ടും വളരെ വിഷമിച്ച് ഞാൻ അയ്യപ്പൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ കോയമ്പത്തൂർ. എനിക്ക് നല്ലൊരു ചാൻസ് വന്നപ്പോൾ പോയില്ല. കാര്യം ലാലേട്ടൻ്റെ സിനിമയിൽ പാടണം എന്നൊക്കെ ഉള്ളത് നമുക്ക് വലിയ സ്വപ്നങ്ങൾപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചാണ് പോകുന്നത്. പക്ഷേ പിറ്റേ ദിവസം ജയചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഗ്യമുണ്ട്, ഉണ്ണിച്ചേട്ടനോട് ചോദിച്ചപ്പോൾ
ഉണ്ണിച്ചേട്ടനും എൻ്റെ അടുത്തൊരു വാത്സല്യവും താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, സുദീപ് വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് റെക്കോർഡ്. പാട്ട് ഒരു ഗായകന് വേണ്ടി, അതും പുതിയൊരു പാട്ടുകാരൻ, അതും ലാലേട്ടൻ്റെ സിനിമ, എം ജയേന്ദ്രൻ സംഗീത സംവിധാനം. സുദീപ്, ആ പാട്ട് നമുക്കൊന്ന് പാടാൻ പറ്റുമോ? ശരി. എൻ്റെ ശാരികേ പറയാതെ പോകയോ നിലാവിലെ നിഴൽ മേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ പെയ്തൊഴിഞ്ഞുവോ കുളിരുന്നോരോർമ്മകൾ കിനാവിലെ കിളിവാതിലിൽ കാത്തിരുന്ന സന്ധ്യ ഞാൻ. മനോഹരമായൊരു പാട്ടാണ്. എനിക്ക് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീൽ നൽകിയിട്ടുള്ള സമയത്ത് ഗിരീഷ് ചേട്ടനെ കൂടെ നമുക്ക് പറയാതെ വയ്യ. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും, മറ്റേ പാട്ടുകളൊക്കെയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അദ്ദേഹം എഴുതിയ പാട്ടുകളാണ്. അമ്മ മഴക്കാർ ഉൾപ്പെടെയുള്ള പാട്ടുകൾ എല്ലാ നല്ല പാട്ടുകളായിരുന്നു. അതെ. ശ്രീ എം ജയേന്ദ്രൻ സുദീപിനെ മാത്രമേ പരിഗണിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടാകരുത്. രാജിക്ക് നല്ല പല പാട്ടുകൾ നൽകിയിട്ടുണ്ട്. പാട്ടിയും കാണിക്കട്ടെ. എനിക്ക് എൻ്റെ കരിയറിലൊരു ബ്രേക്ക് തന്നത് ജയൻ ചേട്ടനാണ്. ആ സ്നേഹവായ്പ് അതോടൊപ്പം തന്നെ അതിൻ്റെതായ തലത്തിൽ രാജിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഞാനിങ്ങനെ അശ്വാരൂഢനിൽ പാടിയെങ്കിലും പാട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയൻ ആ അനുഗ്രഹ സ്പർശം എനിക്ക് വന്ന് രാജിക്ക് വലിയ വഴിത്തിരിവുണ്ടായി. അതെ, ഓർമ്മയുണ്ടോ എന്ത് ചോദ്യം. ജയൻ ചേട്ടൻ എൻ്റെ അടുത്ത് പക്ഷെ പറഞ്ഞു, രാജിക്ക് പറ്റിയൊരു പാട്ട് വരുമ്പോൾ രാജലക്ഷ്മി ഞാൻ വിളിക്കാം. പക്ഷെ ഞാൻ ജയൻ ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ചില്ല ചേട്ടനെ വിളിക്കാം. കാരണം ഒത്തിരി സംഗീത സംവിധാനം കാണുമ്പോൾ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും തരണമെന്ന്. പക്ഷെ അതിന് അവസരം വലിയ ഒരുപാട് ഗായകരുള്ളൊരു സമയം. നല്ല മാമ്പോ പാടം പൂത്തിടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ എന്റെ ഞാവൽ തോട്ടം കായ്ക്കണ കാലം തത്തമ്മയ്ക്ക് താലി കെട്ട് പോവാലോ മുക്കുത്തിക്ക് മുത്ത് കൊരുക്കാൻ. നല്ല മാമ്പോ പാടം പൂത്തിടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ. സുദീപെ, സംസ്ഥാന അവാർഡ് ചെറിയ കാര്യമല്ല. ഇത്രയും ഗായകരുള്ള ഗാനങ്ങളുള്ള, പ്രത്യേകിച്ച് മുൻവർഷങ്ങളിലൊക്കെ 150-200 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗാനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഗായകനെ കണ്ടെത്തുക എന്ന് പറയുന്നാൽ പഴയ പോലെയല്ല. പണ്ടൊക്കെ 1-2 ഗായകന്മാർ തന്നെയായിരിക്കും മിക്കവാറും പാട്ടുകൾ പാടുന്നത്. ഒരു ഗാനരംഗത്ത് ഒരു വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി സുദീപിനെ തേടിച്ചത്. അത്രയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു സുദീപിന്? ഇല്ല, അത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു സിനിമ പാടണമെന്ന് പോലും ആഗ്രഹിക്കുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. റെക്കോർഡിങ്, നാടകവും അതൊക്കെ പാടി കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അത്യാഗ്രഹം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അത് ആദ്യം, പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, 10 ലഭിച്ചാൽ 15, 1000 10,000 ആകണം എന്ന് പറഞ്ഞ പോലെ. പിന്നെ ആ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞു. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. അവാർഡിൻ്റെ സിനിമ അവാർഡിന് അയക്കണം. നല്ല പാട്ടുകൾ ചിലത് മുമ്പ് പാടിയിട്ടുള്ളത് സിനിമയിൽ പോലും വന്നിട്ടില്ല. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ആ സിനിമ അവാർഡിന് അയച്ചിട്ടില്ല. ഇതിപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് അതിനകത്ത് ഭാഗ്യം 100% ഞാൻ വിശ്വസിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ റീമേക്ക് സിനിമകൾ എനിക്ക് അവാർഡ് കിട്ടുന്ന വർഷത്തിന് തൊട്ട് മുമ്പത്തെ വർഷം വരെ അവാർഡിന് പരിഗണിച്ചിട്ടില്ല. രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട് റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഞാനിത് പാടാൻ മദ്രാസിൽ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ സ്റ്റുഡിയോയിലാണ് പാടിയത്. പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ കയറി നിൽക്കുമ്പോൾ ജയൻ ചേട്ടൻ പറഞ്ഞ് ഈ പാട്ട് വളരെ കെയർഫുള്ളായിട്ട് പാടേണ്ട പാട്ടാണ്, ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് പല്ലവിയൊക്കെ ആയപ്പം അദ്ദേഹം പറഞ്ഞ് ഇങ്ങ് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നെ തിരിച്ചു വിളിച്ച് ബൂത്തിൽ നിന്ന്, വോയിസ് ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് കൺസോൾ വന്നിട്ട് ഒന്ന് പ്ലേ ഇട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോൾ പാടുന്നുണ്ട്, ട്യൂൺ കറക്റ്റാണ്, പക്ഷേ ഈ പാട്ടിൻ്റെ വെളിയിൽ നിന്നാണ് പാടുന്നത്. ഇത് പാടുന്ന കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലേക്കും കഥാസന്ദർഭത്തിലേക്കും കുറച്ചുകൂടെ ആവണം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പാട്ടിൻ്റെ വെളിയിൽ നിന്നല്ല, ഇത് ഈ പാട്ടായിട്ട് മാറി പാടണം. സ്വയം പാട്ടായിട്ടങ്ങ്
സ്വയം മറന്ന് പാടുക, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതിൻ്റെ അടുത്ത ഡയലോഗാണ്, എടേ പോയി മര്യാദയ്ക്ക് പാടറേ, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാനുള്ള പാട്ടാണ് ഈ വർഷം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. കാര്യം ചുമ്മാ ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം എന്നെ കൊണ്ട് ആ പാട്ട് പാടിച്ചത്. ഒരുപാട് സമയം, വളരെയധികം സമയം കഷ്ടപ്പെടുത്തി പാടിച്ച പാട്ടാണ്. കഷ്ടപ്പെടുത്തി എന്ന് ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ടിച്ചൊന്നല്ല, ഓരോ അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടും പെർഫെക്ഷന് വേണ്ടിയിട്ടും ശ്രമിച്ച് വളരെയധികം സമയമെടുത്ത് അക്ഷരങ്ങൾ പ്രൊനൗൺസിയേഷനും എല്ലാം നോക്കി പാടിച്ച പാട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ട് ഹിറ്റായപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം. പക്ഷെ അപ്പോഴും പലരും പറഞ്ഞു ഈ വർഷം ചിലപ്പം നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടാണ്. അവാർഡ് പ്രതീക്ഷിക്കാത്തതിൻ്റെ എൻ്റെ മനസ്സിൽ കിടന്ന പ്രശ്നം ഇതാണ്, ഈ റീമേക്ക് സിനിമയല്ലേ, പിന്നെ എന്തായാലും അവാർഡ് കിട്ടൂലല്ലോ. നല്ലൊരു സോളോ പാടി, അതിനുമുമ്പ് ഞാൻ പാടി ഹിറ്റായ പാട്ടോ എൻ്റെ ചാരികയും എന്തടി വനങ്കിളിയും അതൊക്കെ ഹിറ്റായെങ്കിലും അത് ഡിവേഴ്സാണ്. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചവരും പറഞ്ഞവരും ഉണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത്. പക്ഷെ കിട്ടൂല. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നോ ഏതൊക്കെ പാട്ട് സുദീപിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു? ഈ പാട്ടിന് ഈ പാട്ട് നമ്മൾ ഇറങ്ങിയപ്പോ തൊട്ട് ഈ പാട്ട് ഇങ്ങനെ, ഇതിന് മുമ്പുള്ള പാട്ടുകൾക്കൊന്നും കിട്ടുന്നു. അല്ല, ഇതിന് ഒരു സോളോ ആയിരിക്കണം, അത്ര നല്ലൊരു പാട്ടായിരിക്കണം ഒരു അവാർഡിനൊക്കെ. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു റീമേക്ക് സിനിമ ആയതുകൊണ്ട് രാജുവേട്ടന് അവാർഡിനെ പരിഗണിച്ചില്ലല്ലോ. അപ്പം ആ വർഷം പുതിയ നിയമത്തിലൊരു നമ്മുടെ അവാർഡിന്റെ പരിഗണിക്കുന്നതിലെ നിയമാവലിയിൽ ചെറിയ ഭേദഗതി വന്നു. അതായത് നിയമം വക്കീലാണ് ഉണ്ടോന്നൊന്നും ചോദിക്കരുത്. എന്ന് വെച്ചാൽ നിയമത്തിൽ വ്യത്യാസം വന്നു വെച്ചാൽ റീമേക്ക് സിനിമകൾ പരിഗണിക്കും, അതിൽ പുതിയതായി വന്ന ആർട്ടിസ്റ്റിനെ പരിഗണിക്കും, പുതിയതായി വന്ന പാട്ടുകൾ പരിഗണിക്കും എന്നൊക്കെയുള്ള പുതിയ നിയമ ഭേദഗതി വന്നതുകൊണ്ടാണ് ഈ പാട്ട് പരിഗണിച്ചത്. എല്ലാം ഒത്തുവന്നു. എല്ലാം ഒത്തുവന്നു. അപ്പൊ എല്ലാം ഒത്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെയാണ് ആ പാട്ടിനോട് നമുക്കൊന്ന് നീതിപടത്തിന്റെ ഇപ്പൊ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. മനോഹരമായൊരു പാട്ട്. അവാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഗീത സംവിധായം പ്രവചിച്ചു, അതുപോലെ തന്നെ രാജിയെ പോലുള്ള സന്മനസ്സുകളും പ്രവചിച്ചു. പക്ഷേ രാജിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഇത് സുദീപ് പ്രവചിച്ചിരുന്നോ? എനിക്കറിയില്ല. അതാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ വന്ന് പ്ലേ ചെയ്ത് കേട്ടപ്പോൾ തന്നെ അതൊരു മാർക്ക് ഉണ്ടാക്കുന്ന പാട്ടാണെന്ന് തോന്നി. അതൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ആണല്ലോ. സുരേഷ് ഗോപി ചേട്ടനും ലാലേട്ടനും ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് സിനിമയിൽ. പ്രധാനപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് ഏതെങ്കിലും സീനിയറായ ഒരു പാട്ടുകാരിയെ കൊണ്ട് പാടിക്കാൻ സാധ്യതയുള്ള പാട്ടാണ്. സുദീപേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ആകെ ഈ ഒരു പാട്ടേ ഉള്ളൂ. അപ്പം അത് വേറെ ഏതെങ്കിലും ഒരു സിംഗറിനെ കൊണ്ട് പാടിക്കാനായിരിക്കുമല്ലോ നാച്ചുറലി പ്രഷർ വന്നിട്ടുണ്ടാവും. പക്ഷെ ജയൻ ചേട്ടൻ അതൊരു ഇതായിട്ട് എടുത്ത് എന്നെ ഒരു റിസ്ക് എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടത് അതിന്റെ അപ് ടു ദ മാർക്ക് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കുന്ന ആളല്ല. ഇതൊക്കെ ചെയ്തിട്ടും പോലും ഈ സുദീപ് എന്തുകൊണ്ട് രാജിക്ക് അവാർഡ് കിട്ടുമെന്ന് പ്രവചിച്ചില്ല? അല്ല, ആ സിനിമ അവാർഡിന് വഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. കടന്ന കൈയായി പോയി. അല്ല, ഞാൻ പോലും അവാർഡിന് അയച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാതെയാണ് പിന്നെ രാജി സുദീപിന്റെ അവാർഡ് പ്രവചിച്ചത്. അല്ല, എന്റെ പാട്ട് ഞാൻ തന്നെ ഇത് പുറത്തിറങ്ങണം എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചിരുന്നത്. കാരണം ചിലപ്പോൾ ഇത് ജയൻ ചേട്ടൻ പാടിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചേട്ടൻ പാട്ട് സാറ്റിസ്ഫൈഡ് ആയി, ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് രാജി പുറത്ത് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന്. കാരണം ചിലപ്പം അറിയാലോ. അപ്പം നമ്മൾ നേരത്തെ എല്ലാവരോടും പറഞ്ഞാൽ ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്, അവസാനം പാട്ടില്ലെങ്കിൽ വിഷമാവില്ലേ. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ വോയിസ് തന്നെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കറക്റ്റ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജയൻ ചേട്ടൻ തന്നെ വിളിച്ചു, രാജിയുടെ വോയിസ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം അത് പുറത്തിറങ്ങി ഒരു ഭയങ്കര ഒരു ഹിറ്റ് ആയോന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇപ്പം നമ്മുടെ ചിത്ര ചേച്ചി, സുജാ ചേച്ചി അവരൊക്കെ എന്നെ ഫോണിൽ കൂടെ ഇത് കേട്ടിട്ട് വിളിച്ച് മോളെ നന്നായി പാടിയിട്ടുണ്ട്, നല്ലൊരു പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അവാർഡിന് സിനിമ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അതിൻ്റെ ഡയറക്ടർ സഞ്ജീവേട്ടൻ വിളിച്ച് നമ്മുടെ അഡ്രസ്സും പേരൊക്കെ അതെന്തിനാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവാർഡിനെ അയക്കണമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് എവിടെയൊക്കെയോ അവാർഡിൽ ഇങ്ങനെ രാജിയുടെ പേര് തട്ടിമുട്ടി വന്നിരുന്നു. മറ്റേ കുട്ടിസ്രാങ്ക് ദേശീയ അവാർഡിന്റെ തരത്തിൽ വരെ സുദീപ് ഇങ്ങനെ രാജി ഇങ്ങനെ തട്ടിമുട്ടി നിന്നിരുന്നു. പിന്നെ എങ്ങനെ ഉരുണ്ട് പോയത് അവിടുന്ന്? ആ സമയത്ത് എറണാകുളത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സാധാരണ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് വിളിക്കും. രാവിലെ വിളിച്ചിട്ട് പറയും ഉച്ചയ്ക്ക് ഇറങ്ങണം, ഒരു വർക്ക് ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഞാൻ പോയി പാടും. റെഡി ആയിട്ടിരിക്കുകയാണ്. അത് പല സ്റ്റുഡിയോകളിൽ നിന്നും ഇങ്ങനെ വിളിയൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ സാംജി
ആറാട്ടുപുഴ എന്ന ഒരു സംഗീതജ്ഞൻ എറണാകുളത്തുള്ള. ഒരാളും കൂടി വരാൻ വേണ്ടി രാജലക്ഷ്മിയോട് എന്തോ പറയാൻ വേണ്ടി വരുന്നു. നോക്കട്ടെ. ഹായ് രാജി. ഇന്നത്തെ യുവ ഗായകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന കഴിവുള്ള ഒരു ഗായികയാണ് രാജലക്ഷ്മി. ഇതിൻ്റെ കാരണം എന്താണെന്ന് രാജിക്കറിയാമോ? ഇന്ത്യയിലെ പ്രഗത്ഭരായ പ്രശസ്തരായ സംഗീതജ്ഞരായ സംഗീത സംവിധായകർ ചിട്ടപ്പെടുത്തി ലെജൻസായ ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, പി സുശീല, എസ് ജാനകി, വാണി ജയറാം പോലെയുള്ള അതിപ്രഗത്ഭരായവർ ഇവർ പാടിയ ഓരോ പാട്ടും ഗാനമേളകളിൽ പാടാൻ വേണ്ടി കഷ്ടപ്പെട്ട് പല ആവർത്തി കേട്ട് പഠിച്ച് ഗാനമേളകൾ പാടി കയ്യടി മേടിച്ചതാണ് അതിൻ്റെ റീസൺ. അതായത് ഓരോ പാട്ട് പഠിക്കുമ്പോഴും പ്രഗത്ഭരായ സംഗീത അധ്യാപകരുടെ കീഴിൽ ഓരോ കീർത്തനം പഠിച്ചതിന് തുല്യമാണത്. അതാണ് രാജിയെ ഇന്ന് ഇവിടെ എത്തിക്കാൻ കാരണം. സാംജിങ്ങൾ മോളെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടോയെന്ന് വേഗം വരണം എന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കുട്ടിസ്രാങ്ക് സിനിമയുടെ റീ റെക്കോർഡിങ് നടക്കുകയാണ്. ഐസക് തോമസ് കുട്ടുകാപ്പള്ളി സാറാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ ചവിട്ട് നാടകമാണ് ആ സിനിമയുടെ തീം. അപ്പോൾ അതിൻ്റെ കുറേ പദങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ ഹമ്മിങ്ങുകളും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ ജോൺസൺ മാഷിൻ്റെയൊക്കെ ഈ റീ റെക്കോർഡിങ്ങിന് പോയി ഹമ്മിങ്ങൾ പാടാറുണ്ടായിരുന്നു സിനിമകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഇതിന് ചെന്നപ്പോൾ കുറേ ചവിട്ട് നാടകത്തിൻ്റെ ആ പദങ്ങളൊക്കെ കുറേ പാടിച്ചു, ഹമ്മിങ്സ് പാടിച്ചു, തിരിച്ച് വീട്ടിൽ പോന്നു. 2 വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസിൽ. അപ്പോഴേക്കും ഞാൻ ഈ പാടിയതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി, ഓർമ്മയില്ല. ഷാജി സാറിന്റെ. അങ്ങനെ അത് ഇതേപോലെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ, എല്ലാ പത്രങ്ങളും ഒരു ചെറിയൊരു കോളം, ഇതിലെ ആലാപനത്തിന് രാജലക്ഷ്മി മികച്ച ഗായികയുടെ ഇതിൽ അവസാന റൗണ്ട് വരെ പരിഗണിച്ചിരുന്നു. പക്ഷെ ഒരു യുഗ്മഗാനമായിരുന്നു. എന്നാലും എന്നെ പോലുള്ള ഒരാളൊക്കെ അവിടെ നാഷണൽ ലെവൽ വരെയൊക്കെ അതെ അതെ. ഇതുപോലെ തന്നെ അതിന് മുമ്പൊന്ന് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി വേറൊരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആലപ്പി വിവേകാനന്ദൻ സാറിന്റെ പാട്ടാണ്. ചേട്ടനാണ് എന്നെ സാന്റ സിസിലിയ സ്റ്റുഡിയോയിലേക്ക് വിളിക്കണത് കൊച്ചിയിൽ. ഞാൻ പോയി അത് പാടി. പാട്ട് അച്ഛന്റെ കൺമണി, പൊന്മണി മുത്തുറ. കുറെ പേര് പറഞ്ഞു എവിടെയോ ഒരു മണക്കുന്നുണ്ടായിരുന്നു അവിടെ അല്ലേ? അപ്പൊ ജനങ്ങളിലെ അവാർഡ് കിട്ടിയ പാട്ട് ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ, എന്തോ മെല്ലിപ്പറഞ്ഞേ, ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ, മഞ്ഞു പൊഴിഞ്ഞേ, എൻ മനം നിറഞ്ഞേ, നെയ്തലാമ്പലോയോർമകൾ ഒന്നിച്ചിരുന്നേ, അന്നേ ഒന്നിച്ചിരുന്നേ, തെന്നല്ലൂഞ്ഞാലിന്മേൽ ഒന്നിച്ചിരുന്നേ. നേരത്തെ പാട് ചെന്താമര എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടി. എവിടെയാണ് സുദീപിന്റെ ചെന്താമരയുടെ ഇടയ്ക്ക് അവിടെ ഈ സംഗീതത്തിന് ഇടയിലൂടെ വന്ന് കയറിയതല്ലേ? അതെ അതെ. എങ്ങനെയാണ് ജീവിതസഖിയെ കണ്ടെത്തിയത്? ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. അവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ചെറുക്കനും കൂട്ടരും വന്നിരിക്കുന്നു. പെണ്ണ് കാണാനായിട്ട് പെണ്ണിനെ അമ്മ ഇറക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിങ് കണ്ടുകൊണ്ട് നിൽക്കുന്നു അവിടെ. അപ്പോൾ ഷൂട്ടിങ് കണ്ടു തിരിച്ചു പോയി. പ്രൊഡ്യൂസറോട് ചോദിച്ചത് ആരാണ്, പുതിയ ആർട്ടിസ്റ്റ് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു US-ൽ എനിക്കൊരു പ്രോഗ്രാം, എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ US-ൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ അന്ന് ഓർക്കസ്ട്രയുടെ ചാർജുള്ള ജോസി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ ഓർക്കസ്ട്രയുടെ ഇൻചാർജ്. ജോസിയേടൻ പറഞ്ഞിങ്ങനെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഡാൻസ് ക്ലാസിക്കൽ ഡാൻസറാണ്, കലാമണ്ഡലത്തിൽ പഠിച്ചാന്ന് പറഞ്ഞു. അവിടെ സ്പോൺസർ പറയണം ഒന്ന് പോയി സംസാരിക്കുക, അവർ വരുമെന്ന് അറിയില്ല US-ൽ പ്രോഗ്രാമിന് വേണ്ടി. നല്ല പെർഫോമറാണ് സ്റ്റേജിൽ. അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ ഇവരുടെ വീട്ടിൽ പോകണു. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്നൊരു സിനിമയിലൊക്കെ ഗവനിച്ച കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ലൈറ്റ് അന്ന് കണ്ടയാൾ, അല്ലാതെ എനിക്ക് അറിഞ്ഞുകൊണ്ട് പോയതല്ല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ പ്രോഗ്രാം സംഭവിക്കുന്നു. US-ൽ ഒരു മാസത്തോളം ടൂർ നമ്മൾ പോകുന്നു. അപ്പോൾ ഒപ്പം നമ്മുടെ പ്രണയവും തുടങ്ങി. ഈ പെൺകുട്ടി ഇല്ല തുടങ്ങിയിട്ടില്ല. പുള്ളിക്കാരി അമേരിക്ക പോലെ സ്വച്ഛന്തമായ സ്വാതന്ത്ര്യമുള്ള ഒരു ഭൂമിക്ക് കിട്ടിയിട്ടില്ല. കൂടെ അമ്മയും വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല. പക്ഷെ അവിടെ അമ്മയുണ്ട്. അവിടെ ഒരു വിലങ്ങ് തടിയായി. അങ്ങനെ വന്ന് പ്രോഗ്രാമിന് വന്ന് അമ്മയും
അവരൊന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. പക്ഷെ ആ ഒരു മാസക്കാലത്തിനിടയ്ക്ക് ആ കുട്ടിയുമായിട്ട് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഒരു 6 മാസത്തോളം വളരെ നല്ല ഒരു സൗഹൃദം തന്നെയായിരുന്നു. പിന്നെ ആ ഒരു 6 മാസത്തിലാണ് ഈ സൗഹൃദം ഒരു പ്രണയത്തിന് വഴിമാറിയത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ കണ്ണുടച്ച് പ്രണയിക്കാൻ പറ്റില്ലായിരുന്നു. അതിന് ചില നിങ്ങൾ 2 വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാര്, മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാര്, പക്ഷേ ഒരു വിപ്ലവം ഒന്നും സൃഷ്ടിച്ചില്ല. അത് ഇല്ല വിപ്ലവമൊന്നും വേണ്ടി വന്നില്ല. പക്ഷെ എന്നെ അവർക്ക് നന്നായിട്ട് അറിയാം, അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് അടുത്തറിയാം. അതുപോലെ എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായിരുന്നു ആളെ. ഈ ഒരു പ്രശ്നം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഈ 2 വിഭാഗത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രശ്നം. അത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. വീട്ടുകാർ തമ്മിൽ തന്നെ തീരുമാനമെടുത്ത്. എന്തായാലും എല്ലാം ഒരു നാടകീയമാണ് രാജിക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ടൂറിനൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അഭിരാമമായിട്ടാണ് പോയത്. വേഗം കെട്ടിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയത് അങ്ങനെ പ്രണയമല്ലാതിരുന്ന കാലത്ത് പോയി, ഞങ്ങൾ ഒന്നിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രോഗ്രാമിന് പോയി. അത് അപ്പോഴാണ് ശരിക്കും അമ്മായിമ്മ വന്നില്ലല്ലോ. ഇല്ല, അപ്പോഴാണ് ശരിക്കും അവിടെ വെച്ച് നമ്മൾ പ്രണയം എന്താന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. വരട്ടെ ഒരാൾ 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. 2011 അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നല്ലൊരു അംഗീകാരമാണ്. അതിനുശേഷം മലയാള ഭാഷയിൽ നിന്നോ അന്യഭാഷയിൽ നിന്നോ ഒരു എൻകറേജ്മെൻ്റ് എന്ന നിലയിൽ വീണ്ടും നല്ലോണം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരു ചോദ്യം. മറ്റൊന്ന്, സിനിമ കൂടാതെ ഇപ്പോൾ ധാരാളം പാരലലായിട്ടുള്ള സ്ട്രീംസ് വന്നിട്ടുണ്ട്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് ബാൻഡ്സ്, അങ്ങനെ ഒരുപാട് കുട്ടികൾ, യുവാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയാണ്, അതിനെ പറ്റി എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ പോസിറ്റിവിറ്റി എന്താണ്, നെഗറ്റിവിറ്റി എന്താണ്? നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? രാജലക്ഷ്മിയാണ് അനന്തയുടെ ചോദ്യം. കുറച്ച് അവസരങ്ങൾ, ഒരുപാട് പാട്ടുകാരുള്ള ഒരു സിനിമയിൽ ഒരു ലോകമാണ് കേരളം. ഒരു കാലത്ത് ഒരു സിനിമയിൽ 10, 12, 20 ഒക്കെ പാട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചുരുങ്ങി ഒരു സിനിമയിൽ 3 പാട്ട്, അതിൽ 1 പാട്ടേ സിനിമയിൽ ഉണ്ടാവുള്ളൂ, 2 പാട്ട് CD-യിലായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എല്ലാം സംഗീത സംവിധായകരുടെ കൂടെ പാടി. പിന്നെ വിദ്യാസാഗർ സാർ, എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. സാറിൻ്റെ പാട്ടുകൾ പാടി. അപ്പോൾ തമിഴിലേക്ക് പാടാം, അല്ലെങ്കിൽ നല്ല ശബ്ദമാണല്ലോ, കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്, പോയിക്കൂടെ അവിടെ ഒന്ന് ട്രൈ ചെയ്തൂടെ. പക്ഷേ ഞാനിങ്ങനെ ഇവിടെ തന്നെ നിൽക്കണോണ്ട് അതിനുവേണ്ടി ശ്രമിച്ചു. രാജി വളരെ മോഡസ്റ്റ് അല്ലേ സുദീപേ? ഇവിടെയൊക്കെ നിന്ന് പാടിയാൽ മതി എന്നുള്ളതാണ്. നമുക്ക് മറ്റു ഭാഷകളിൽ അവസരം കിട്ടണമെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് കിട്ടില്ല. എനിക്ക് അങ്ങനെ വന്ന ചാൻസുകൾ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. റീസെറ്റിൽ ചെയ്യണം. ചുരുങ്ങിയത് ചെന്നൈയിലെങ്കിലും പോയി ചെന്നൈയിൽ താമസിച്ചാൽ മാത്രമേ പറ്റില്ല. ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മലയാള സിനിമകളുടെ റെക്കോർഡിങ്ങിന് തന്നെ 2-3 തമിഴ് സിനിമകളൊക്കെ പാടി. വലിയ പടങ്ങളൊന്നും ഇവിടെ അത്യാവശ്യം ഷോസും റെക്കോർഡിങ്സും സിനിമയും ഒക്കെ ആയിട്ട് നിൽക്കല്ലേ. ഹാപ്പിയാണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ തിരിച്ചു ഇവിടെ വരുമ്പോഴായിരിക്കും വിളിക്കുന്നത്, ഇന്ന് വൈകിട്ട് ഒരു റെക്കോർഡിങ് പാടാൻ പോകും. അപ്പോൾ അവിടെ പാട്ടുകാരില്ലാഞ്ഞിട്ടല്ലോ, നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മളോട് അടുപ്പുള്ള ഒരാൾ വഴി അവസരം വരുന്നത്. പാടിയപ്പോൾ ഇങ്ങനെ അവിടെയുള്ള 2-3 ഇങ്ങനെ പേര് പറഞ്ഞു, ബാംഗ്ലൂർ വന്ന് സെറ്റിൽ ചെയ്യും, കന്നഡ. പക്ഷെ അപ്പോഴും മലയാളം നമുക്ക് വിടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സുദീപ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് അവന്യൂസ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ സ്റ്റേജ് ഷോസ് ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്, പിന്നെ അതിനേക്കാൾ പ്രധാനം ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ വലിയ ലോകമുണ്ട്, ബാൻഡുകൾ. അപ്പം ആ ഒരു മേഖലയിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതാണ്, സിനിമ മാത്രമല്ലല്ലോ, ഇപ്പൊ ഒരു മ്യൂസീഷ്യന് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സ്ട്രീം. ബാൻഡൊക്കെ തട്ടിക്കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഞാൻ ബാൻഡൊന്നും എനിക്ക് അങ്ങനെ ഈ പറയുന്ന ആഗ്രഹങ്ങളൊന്നുമില്ല. അല്ല, സത്യമാണത്. ഞാൻ ബാൻഡിൻ്റെ കൂടെ ഇപ്പൊ സ്റ്റീഫൻ ചേട്ടൻ്റെ ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് സ്വന്തം ഒരു ബാൻഡ് ഇപ്പൊ ഏത് ഓർക്കസ്ട്ര വായിക്കാൻ വന്നിരുന്നാലും ഞാൻ അവരുടെ കൂടെ കൂടും. ഒരു ഐഡന്റിറ്റി അക്കാര്യത്തിൽ ഉണ്ടാക്കണം തോന്നുന്നുണ്ടോ? ഈ പാരലൽ മ്യൂസിക് എന്ന് ടീച്ചർ പറഞ്ഞത്, അപ്പോൾ സിനിമാ സംഗീതം മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ദാസാറൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കായി നിന്ന സമയം മുതൽ കർണാടക സംഗീതം കൂടെ കൊണ്ട് വന്നയാളാണ്. ഇപ്പോഴും അദ്ദേഹം അതിന് കൊടുക്കുന്ന പ്രാധാന്യം, അത് കൊണ്ടുപോകുന്ന രീതിയും കാണുമ്പോൾ എനിക്ക് ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ സീരിയസ്ലി കർണാട്ടിക് മ്യൂസിക്കാണ് കൂടുതലും പാരലായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പിന്നെ ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത്തരം ബാൻഡുകൾ പറഞ്ഞ പോലെ പല ഓർക്കസ്ട്രയുടെ ഒരു വകഭേദമാണല്ലോ, അങ്ങനെ ചേർന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എന്ത് ചെയ്താലും അതിൻ്റെ ഒറിജിനലിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാതെ ചെയ്യുന്ന പരിപാടികൾ ചെയ്യണമെന്നേ ആഗ്രഹമുള്ളൂ. ഒരു പാട്ടിനെ നമ്മുടേതായ സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിനെ കീറി മുറിച്ച് നമ്മുടേതായ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് എഴുതി വെച്ച അയാളുടെ മനസ്സിലുള്ള ആശയത്തെയും വികാരത്തെയും സംഗീത സംവിധായകൻ എത്ര ആലോചിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണോ ആ മ്യൂസിക്കിനെയും ബഹുമാനിക്കാതെ ചെയ്യാനായിട്ട് ആഗ്രഹമില്ല. അതേപോലെ അതിൻ്റെ ഒറിജിനാലിറ്റി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടേതായ എക്സ്പ്രഷൻസ് അല്ലെ നമ്മുടേതായ ചെറിയ ചെറിയ തൊങ്ങലുകൾ വേണമെങ്കിൽ വെക്കാം. അതുപോലും അത് എല്ലാവരുടെയും പാട്ടിന് ചേരുകയില്ല. ഇളയരാജ സാറിൻ്റെയോ സലിൽ ചൗധരി സാറിൻ്റെയോ ദേവരാം മാസ്റ്റർ ജോൺസൺ മാസ്റ്ററൊക്കെ പാട്ടിൽ എവിടെയെങ്കിലും ഒന്ന് നീട്ടി അത് വൃത്തികേടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹായ് സുദീപ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഏതായാലും എനിക്ക് സുദീപിനെ കുറിച്ച് ഈ പ്രോഗ്രാമിൽ 2 വാക്ക് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രോഗ്രാംസിൽ നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആലപ്പുഴക്കാരുടെ സ്വന്തമായിരുന്ന സുദീപ് ലോകമറിയുന്ന ഒരു ഗായകനായി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു. ഇപ്പോൾ ആലപ്പുഴക്കാർക്ക് അഭിമാനമായി. ആലപ്പുഴയിലെ കലാകാരന്മാരോ ആരെങ്കിലും ആലപ്പുഴയോ സുദീപിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് സുദീപിൻ്റെ ഈ കലാജീവിതത്തിൽ? ആലപ്പുഴയുടെ സ്വാധീനം സുദീപിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര കണ്ട്? അതൊക്കെ പോയോ? ആലപ്പുഴക്കാരനായ ഒരു ആർട്ടിസ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ജോസി എന്ന ഇന്ന് ലോകം അറിയുന്ന ഫ്ലൂട്ട് സാക്സഫോൺ പ്ലെയറാണ്. നമ്മൾ ഈ കേൾക്കുന്ന ഹരിമുരളീരവ് മുതൽ ഇങ്ങോട്ടുള്ള പാട്ടുകൾ ഫ്ലൂട്ട് വായിച്ചിട്ടുള്ള, അല്ല ഇപ്പം അവസാനം മൊയ്തീനിലെ സാക്സഫോൺ വായിച്ചിട്ടുള്ള ആളാണ്. ഹരിഹരൻ സാറിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ പരിപാടികൾക്ക് വായിച്ചിട്ടുള്ള വലിയ ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അദ്ദേഹമായിട്ട് പേഴ്സണൽ ഒരു ബന്ധമുണ്ട്. അത് പറഞ്ഞത് എന്ന് വെച്ചാൽ എൻ്റെ 1ാമത്തെ പരിപാടിക്ക് ഫ്ലൂട്ട് വായിച്ച ആൾ, ആദ്യമായിട്ട് എന്നെ ഒരു പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് കൊണ്ടുപോയി പാടിച്ച ആൾ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരുപാട് പാട്ടുകാർ, എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ് ആലപ്പുഴയിലുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ പിന്നീട് ആലപ്പുഴയ്ക്ക് പുറത്തേക്ക് പോയത്. ആലപ്പുഴക്കാർ വലിയ സംഗീത പ്രേമികളാണ്. ജോസ് ചേട്ടന് വേണ്ടി നമുക്കൊരു പാട്ട് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും. മൂവന്തി താഴ്വരയിൽ വെന്തുരുവും വിൺസൂര്യൻ മുന്നാടി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാടി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ. വളരെ മനോഹരമായ പാട്ട്. രാജി അന്വേഷിച്ച ഒരാളിങ്ങനെ കാത്തുനിൽക്കുന്നു, നോക്കണം. രാജീൻ്റെ സ്ട്രെങ്ത് പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ആനേൻ്റെ സ്ട്രെങ്ത് അറിയില്ല എന്ന് പറയുന്ന മാതിരി രാജീന് ആ രീതിയിൽ പറഞ്ഞതല്ല. പക്ഷേ എപ്പോഴും അവൾ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പം എനിക്കിത് പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല രാജീനെ കൊണ്ട് ഇപ്പം രാജിക്ക് ഇഷ്ടമല്ലെങ്കിലും അത് ചെയ്യണോടി, എന്താ ചെയ്യാടി, നമുക്ക് എങ്ങനെയാടി പറയാൻ പറ്റുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എപ്പോഴും രാജിക്ക് ഫേസ് ചെയ്യലും. അപ്പം ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി രാജി വർക്കൗട്ട് ചെയ്യാനുണ്ടെന്ന് എൻ്റെ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു JB ജംഗ്ഷനിൽ രാജി സാധാരണ പാടുന്ന പാട്ടുകളല്ലാണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള മേ ബി ഒരു വെസ്റ്റേൺ ജോണറോ അല്ലെങ്കിൽ ഒരു ഫോക്ക് ജോണറോ അങ്ങനത്തെ എന്തെങ്കിലും ശരിയായ ചെസ്റ്റ് വോയിസിൽ ബോൾഡ് വോയിസിൽ ഒരു സാധനം, ഒരു ചെറിയൊരു ഫ്രേസ് പാടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബ്രിട്ടാ സാറിനും കൂടി ഒന്ന് നിർബന്ധിക്കണം. രാജി ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് ഔട്ട് ബിക്കോസ് വെർസിറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ് ആൻഡ് യു ഹാവ് ടു ഷോ ദ വേൾഡ് ദറ്റ് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. ചിയേഴ്സ്. സൈനോറ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഡിഫറെന്റ് ഫീൽഡിൽ ഒരു പാട്ട് പാടണം. സൈനോറ ആദ്യമായിട്ട് മലയാളത്തിൽ പാടിയൊരു പാട്ടുണ്ട്, മഞ്ഞ് പോലൊരു പെൺകുട്ടി കേട്ടിട്ടുണ്ടോ? Am I dreaming എന്ന്. Why do shadows fall on the night
shadow shining star. Why do the clouds whisper the words I can never hear again? Am I dreaming? Am I sinking? Something I don't understand. Here I am, waiting for a brand new day. Why do angels sleep on the heavens above? Is there a silence that's stalling, or are the moments so haunting? എന്നുവെച്ചാൽ വെറുതെ ഒരു രാജലക്ഷ്മിക്ക് just ഇതും a trial. വഴങ്ങും അല്ലേ സുദീപേ? തീർച്ചയായിട്ടും. സൈനോര പോയിട്ടില്ല, അവിടുന്ന് വീണ്ടും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കണം. നോക്കട്ടെ എന്നാണ് വരട്ടെ. നമുക്ക് പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഓൺലി ട്രൂത്ത് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും പോസ്റ്റ് ഇടും. ഞാൻ എല്ലാ ദിവസവും ഇടാറില്ല, എന്നാലും അധികം ആൾക്കാരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ദിവസം ഞാൻ ഒരു ഡബ് സ്മാഷ് കണ്ടിട്ട് ഞാനങ്ങ് ഞെട്ടിത്തരിച്ചു പോയി. ബിക്കോസ് സുദീപ് ഏട്ടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മറ്റേ ഒരു കർണാട്ടിക് ജോണറുള്ള നല്ല ബേസി ആയിട്ടുള്ള വോയിസ് ഉള്ള അങ്ങനത്തെ സോങ്സ് പാടുന്ന സുദീപ് ഏട്ടൻ അതിൻ്റെ അകത്തൊരു ഭയങ്കര തമാശയായിട്ടുള്ളൊരു ഡബ് സ്മാഷ് മൂപ്പർ അഭിനയിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്, ഓ മൈ ഗോഡ് ഹി ക്യാൻ ഡൂ ദിസ്. അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് മൂപ്പർ ഇതുപോലെ മിമിക്രി വേദികളിലും പിന്നെ ഒരുപാട് ഇങ്ങനത്തെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത്. അപ്പോൾ സുദീപ് ഏട്ടന് പടി ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ചെയ്തതാണ്. പക്ഷെ ഐ വോണ്ട് ഓൾ ദ പീപ്പിൾ ടു നോ ദാറ്റ് യു ആർ ഓൾസോ എൻ ആക്ടർ. പറയാൻ പറ്റൂല, ചിലപ്പോൾ ഒരു ചാൻസ് ചിലപ്പോൾ ഫിലിമിൽ കിട്ടിയാലോ. അപ്പോൾ അതുകൊണ്ട് സുദീപ് ഏട്ടൻ നമ്മളെ ഇതിൽ ചെയ്ത ഏതെങ്കിലും ഒരു ഡബ് സ്മാഷോ അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് ഏതെങ്കിലും ഒരു ഡബ് സ്മാഷ് അല്ലെങ്കിൽ ലൈവായിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ ഈ JB ജംഗ്ഷനിൽ കൂട്ടെ ബ്രിട്ടാസ് ഏട്ടനും ഈ ലോകത്തിന് മുഴുവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോക്കേസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് സൈനോര പണി കൊടുക്കുന്നത്. വരട്ടെ. സുദീപ് ശരിക്കും ഗായകൻ മാത്രമല്ല, സുദീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് നന്നായിട്ട് അനുകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സുദീപ് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അതായത് കേരളം എന്ന പേരുണ്ടായത് കേരവൃക്ഷി എന്നാണല്ലോ, നമ്മുടെ തെങ്ങ്. ഈ കേരളത്തിൽ നിന്ന് കേരവൃക്ഷം ഇല്ലാണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു പേര് മാറ്റേണ്ടി വന്നാൽ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, ശരത്തേട്ടാന്ന് പറഞ്ഞു. അത് കൃത്യമായ പേരാണ്, മാവേലിക്കര. ആ ഒരു പിന്നെ അതുവരെ കണ്ടുവച്ചിരിക്കുക, കേരളത്തിൽ നിന്ന് തേങ്ങ പോകുമെന്നും അങ്ങനെ പോയാൽ പകരം ഒരു പേരും അതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആളാണ്. അതായത് പറഞ്ഞൊരു ഗായകൻ മാത്രമല്ല, രസികനുമാണ്, ചിന്തിക്കുന്നവനുമാണ്. എന്തായാലും സുദീപിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സഹൃദയനാണ്, കലാകാരനാണ്, നടനാണ്, മിമിക്രി താരമാണ്, ഗായകനാണ്. എന്താ അല്ലാത്തത്? ഡബ് സ്മാഷ് ചെയ്തതെന്ന് വെച്ചാല് ഞാനല്ല തുടങ്ങിയത്. അതിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു ബാലകൃഷ്ണനും വിജയമാണ്. മധുവിൻ്റെത് ദിവസവും 4-5 എണ്ണം വരും ഇതില് ഗ്രൂപ്പില്. അപ്പൊ എനിക്കൊരു കൗതുകം തോന്നി, എന്തൊക്കെ ഒരു ഫിഗർ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെയ്താലോ. അങ്ങനെ മറ്റേ അതില് ജഗതിച്ചേട്ടന്റെ പാട്ടുണ്ടല്ലോ, കിന്നാര, അതിന്റെ ഡബ് സ്മാഷ് ആണ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് മിമിക്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ ഇനി എന്തെങ്കിലും TV-യിൽ സിനിമ, പഴയ സിനിമ കാണിക്കുമ്പം എനിക്ക് ഉമ്മർ എന്ന് പറഞ്ഞ ആക്ടറെ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഉമ്മർ സാറിൻ്റെ സിനിമകളിൽ നായികമാരായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ പേര് സ്പെഷ്യൽ ആയിരിക്കും. സൗദാമിനി ഒന്ന്, മഹേശ്വരി, ശോഭെ, അതായത് ദീർഘാക്ഷരങ്ങളുള്ളതായിരിക്കും. അപ്പം നമ്മൾ മ്യൂസിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹേശ്വരി എന്ന് പറഞ്ഞ മഹേ എന്നുള്ള ദീർഘമുള്ളതുകൊണ്ടാണ് മഹേശ്വരി എന്ന് വിളിക്കാൻ പറ്റുന്നത്. സൗദാമിനി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദീർഘാക്ഷരം ഉള്ളതുകൊണ്ടാണ്. സ്ഥിരം മിമിക്രിക്ക് പോകുന്ന ഒരാൾ, ഉമ്മറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു ഗാനമേളയ്ക്ക് ചെന്നിട്ട്
പാടാനായിട്ട് നിൽക്കുക. അയാൾ പാടും. അപ്പോൾ പെട്ടെന്ന് ഗാനമേള എന്നുള്ള മറന്നുപോയി, മിമിക്രി സ്റ്റേജാണെന്ന് വിചാരിച്ചു. അപ്പം ആദ്യത്തെ പാട്ട് അമ്പലത്തിലെ പരിപാടി, കണ്ണടച്ച് പിടിക്കുക. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഓർക്കാതെ രാജലക്ഷ്മിക്ക് സുദീപിനെ കൊണ്ടൊരു മുഴുനീള പരിപാടി. സുദീപ്, രാജലക്ഷ്മി ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സമയം പങ്കിട്ടതിൽ വലിയൊരു നന്ദി, കടപ്പാട്. ഇനിയും നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം, അതിനുള്ള ആശംസ. ഇവിടുന്ന് എത്തിയാൽ പോരാ, നിങ്ങൾക്ക് അതിനുള്ള എളിമയുണ്ട്, വരദാനമുണ്ട്, ഒരുപാട് ആൾക്കാരുടെ സ്നേഹവായ്പുണ്ട്, ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും പിന്തുണയുണ്ട്, പിൻബലമുണ്ട്. ഞാനിതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. സിനിമാ സംഗീത രംഗത്തുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾ വയലാർ ശരത്തേട്ടനാണ്. ശരത്തിന് വേണ്ടി വേണേൽ രണ്ടുപേരും പാടിയിട്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. വയലാർ ശരത്തേട്ടൻ എഴുതിയ പാട്ട് ഞാൻ രാജിയും കൂടെ ഒരു പാട്ട് സിനിമയ്ക്ക് പാടിയിട്ടുണ്ട്. ബിജി മ്യൂസിക് ചെയ്തിട്ട് രാജസേനൻ സാറിൻ്റെ സിനിമയാണ് ഇന്നാണ് കല്യാണം. ഈ പാട്ടിൻ്റെ പ്രത്യേകത, രാജസേനൻ സാറിന് ഒരു SMS വന്നു ഫോണിൽ. അതിൽ പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ 2 കണ്ണുകളെ കുറിച്ചാണ്. ഇത് ഒരേപോലെ ഇമ ചിമ്മുന്നു, രണ്ടും സങ്കടം വന്നാൽ ഒന്നിച്ച് കരയും, ഒന്നിച്ച് ചിരിക്കും, പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും പരസ്പരം കാണുന്നില്ല. അങ്ങനെ എന്തോ ഒരു ആശയം വരുന്ന ഒരു SMS വന്നു. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാസന്ദർഭം ഉള്ളതുകൊണ്ട് ശരത്തേട്ടനോട് ഈ ആശയം പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം മനോഹരമായ ഒരു കവിതയാണ് എഴുതിയത്. അതാണ് നമ്മൾ ഈ പാട്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരു പോലെ ചിമ്മും ഒരു പോലെ വിങ്ങും ഒരു പോലെ ചാഞ്ഞൊന്നുറങ്ങും ഒരു പോലെ വിങ്ങും ഒരു പോലെ ചാഞ്ഞൊന്നുറങ്ങും ഒരു വിരൽ ദൂരമേ തമ്മിലുള്ളൂ ഒരുമിച്ചു മാത്രമേ യാത്രയുള്ളൂ ഒരിക്കലും കാണാത്ത മിഴികൾ നമ്മൾ ഒരു പോലെ ചിമ്മും ഒരു പോലെ വിങ്ങും ഒരു പോലെ ചാഞ്ഞൊന്നുറങ്ങും. എല്ലാവിധ ആശംസകളും, JB ജംഗ്ഷൻ്റെ അഭിനന്ദനങ്ങളും. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും. താങ്ക് യു വെരി മച്ച് സുദീപ്. സന്തോഷം.